എം ഡിയെ ഞാൻ ആദ്യമായി കാണുന്നത് 1992 എനിക്ക് കഥാ സമ്മാൻ എന്ന നാഷണൽ അവാർഡ് കിട്ടുമ്പോഴാണ്. അന്ന് മലയാളത്തിൽ കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങൾ എന്ന കഥയ്ക്ക് വേണ്ടി എം ഡിക്കായിരുന്നു അതേ അവാർഡ്. ഇന്ത്യൻ രാഷ്ട്രപതി ഭവനിൽ ശ്രീ ശങ്കർ ദയാൽ ധർമ്മയാണ് അവാർഡ് തന്നത്. അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി എം ഡിയെ കാണുന്നത്. ആദ്യം ഒരു തമിഴ് എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് എന്നോട് വളരെ ബഹുമാനത്തോടു കൂടിയാണ് സംസാരിച്ചത്. പെട്ടെന്നൊരിടത്ത് ഞാൻ മലയാളിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും വിളി എടാ എന്നായി. അതെനിക്ക് വല്ലാത്തൊരു അംഗീകാരമായിരുന്നു. അന്നു മുതൽ ഇന്നുവരെ തുടർന്നൊരു ബന്ധം എനിക്ക് എം ഡിയോടുണ്ടായിരുന്നു. ഞാൻ എന്നും ആരാധിക്കുന്ന ഒരു എഴുത്തുകാരനാണ് എം ഡി. ഞാൻ എം ഡിയെ കാണുമ്പോൾ എം ഡി തൻ്റെ കൃതികൾ എന്തെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ചടിച്ച് വന്ന എല്ലാവരെയും വായിച്ചിട്ടുണ്ട്, മാത്രമല്ല എല്ലാവരെയും ഓർമ്മയുണ്ട്. താങ്കളെപ്പറ്റി ഞാൻ തമിഴിൽ 2 ലേഖനം നേരത്തെ എഴുതിയിട്ടുമുണ്ട് എന്ന്. എം ഡിയെ പറ്റി തമിഴ് ധാരാളം ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകമായി സമാഹരിക്കാവുന്നത്ര എഴുതിയിട്ടുണ്ട്. പുസ്തകം പ്രസിദ്ധീകരിക്കാനിരിക്കുകയാണ്. അവസാനമായി ഞാൻ എം ഡിയെ കാണുന്നത് എം ഡിയുടെ 90ാമത് ജന്മദിന ആഘോഷം തുഞ്ചൻ പറമ്പിൽ നടക്കുമ്പോഴാണ്. അന്ന് ഞാൻ ചെറിയൊരു ഓർമ്മ പിശകോടെ 91 എം ഡിയെ ഞാൻ ആദ്യമായി കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ എം ഡിയാണ് തിരുത്തിയത്. അല്ല, 92 ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞു. എം ഡിയെ പറ്റി എൻ്റെ ഒരു വൃത്തത്തിൽ ഒരു ഓപ്പോസിറ്റ് വിഷനാണ് ഉണ്ടായിരുന്നത്. അതായത് ഞാൻ ആറ്റുരോയമ്മയുടെ ശിഷ്യനാണ്. ആറ്റുരോയമ്മ എം ഗോവിന്ദൻ്റെ ശിഷ്യനാണ്. എം ഗോവിന്ദൻ്റെ സഭയിൽ ഉള്ള ആളുകൾക്ക് പൊതുവെ എം ഡിയോട് ഒരു ചെറിയ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. എം ഡിക്ക് തുല്യമായി വേറെ ചില ആളുകൾ അവർ മുമ്പോട്ട് വെച്ചതും ആ കാരണം കൊണ്ടാണ്. ആ അകൽച്ച എം ടി പലർക്കും അറിയാവുന്നതാണ്. എൻ വി കൃഷ്ണവാര്യരുടെ ഒരു പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് എന്നൊരു ധാരണ ഉണ്ടാണ്. പക്ഷേ എം ഗോവിന്ദനോട് തന്നെയും എം ടിയുടെ കഥകളെ കുറിച്ച് വളരെ ശക്തമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എം ഡിയുടെ കഥകളെ വളരെ ലളിതമായി നായർ സമുദായത്തിൻ്റെ പതനത്തെക്കുറിച്ചുള്ള കഥകളാണ് എന്ന് പറയുന്നതിനെതിരെ ഞാൻ എം ഡിയോട് സംസാരിച്ചിട്ടുണ്ട്. എം ഗോവിന്ദനോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ആറ്റൂരിനോട് സംസാരിച്ചിട്ടുണ്ട്. തമിഴ് എഴുതിയിട്ടുമുണ്ട്. അവ കഴിഞ്ഞ തലമുറയിലെ ആളുകളുടെ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് പ്രശ്നങ്ങളെയാണ് സംസാരിക്കുന്നത്. ഇൻഹെറിറ്റൻസ് നിന്നുണ്ട്, അച്ഛനിൽ നിന്നും എന്ത് നമ്മൾ സ്വീകരിക്കുന്നുവെന്നും എത്ര സ്വീകരിക്കുന്നുവെന്നുണ്ട്. അതാണ് എം ഡിയുടെ കഥകളുടെ പ്രധാന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സ്വയം എങ്ങനെ നിർവചിക്കും എന്നുള്ളതാണ്. ഒരു സെൽഫ് ഡെഫിനിഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കഥാപാത്രങ്ങളാണ് എം ഡിയുടെ. ഒരു കാലമാറ്റം നടന്നുകൊണ്ടിരുന്ന ഒരു സമയമാണ് എം ടി എഴുതുന്നത്. അതായത് പഴയ ഫ്യൂഡൽ സിസ്റ്റത്തിൽ നിന്നും പുതിയ മുതലാളിത്ത സിസ്റ്റത്തിലേക്ക് ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെ സ്വയം നിർവചിക്കാം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പോരാടുകയും അതിൽ തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് എം ടി എഴുതുന്നത്. അല്ലാതെ വെറുതെ ഒരു എക്കണോമിക് ഫാളിൻ്റെ കഥയോ ഒരു ജാതിയുടെ കഥയോ ഒരു കാലഘട്ടത്തിൻ്റെ കഥയോ അല്ല. അതുകൊണ്ട് എം ഡിയുടെ കഥകൾ ഏത് കാലത്തും മനുഷ്യൻ്റെ അടിസ്ഥാനമായ പ്രശ്നങ്ങളെ സംസാരിക്കുന്ന കഥകളാണ്. എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിൽ എഴുതിയ ഏറ്റവും മികച്ച കഥാകൃത്തുകളിൽ ഒരാളാണ്. എം ഡിയെ ഞാൻ എപ്പോഴും ഒരു ആനയോടാണ് ഉപമിക്കാറുള്ളത്. ആന വളരെ വലുതാണ്, പക്ഷെ ഒരു ജീവിയും കാട്ടിലതിനെ ഭയപ്പെടേണ്ടതില്ല. അസൂയകൾ കൊണ്ട് എം ഡിയെ കുറിച്ച് ധാരാളം ആളുകൾ ചീത്തയൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എം ഡിക്ക് തന്നെ അറിയാമോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ആളെയും സ്വന്തം ശത്രുവായിട്ട് കരുതാത്ത ഒരാൾ, തൊട്ടതെല്ലാം വിജയിപ്പിച്ച ഒരാൾ, വലിയ കാര്യങ്ങൾ വളരെ ലളിതമായി ചെയ്ത് ഒരു ആനയുടെ കാൽവെപ്പോട് കടന്നുപോയ ഒരാൾ, മഹത്തായ എഴുത്തുകാരൻ എം ഡിക്ക് എൻ്റെ ആദരാഞ്ജലികൾ.